വ്യാജ പരാതികൾക്ക് ഇരയാകുന്ന പുരുഷന്മാർക്ക് പോകാനൊരിടം വേണമെന്ന് രാഹുൽ ഈശ്വർ. അതില്ലാത്തത് പലപ്പോഴും പുരുഷന്മാരെ ആത്മഹത്യയിലേക്ക് എത്തിക്കുകയാണ്. ഇതിന് പരിഹാരമായി സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ സ്പീക്കറുടെ അനുമതിക്കായി എൽദോസ് കുന്നപ്പള്ളി MLA സമർപ്പിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഈശ്വർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്ത് സ്ത്രീകളെക്കാൾ 2.5 ഇരട്ടി കൂടുതലാണ് പുരുഷ ആത്മഹത്യ. സ്ത്രീകളുടെ പ്രവൃത്തികളെ പുരുഷന്മാർ വിമർശിക്കാൻ പാടില്ല. എന്നാൽ സ്ത്രീ നടത്തിയ കൊലപാതകത്തെ പോലും സ്ത്രീകൾക്ക് രസിച്ച് ന്യായീകരിക്കാമെന്നതാണ് അവസ്ഥ. ഇവിടെയാണ് പുരുഷ കമ്മീഷൻ എന്ന ആവശ്യത്തിന്റെ പ്രസക്തി. ഭരണകക്ഷി MLA മുകേഷിനോ പ്രതിപക്ഷ MLA എൽദോസിനോ പീഡന പരാതിയിൽ നീതി കിട്ടില്ലെന്നിരിക്കെ സാധാരണക്കാരുടെ അവസ്ഥ എന്തെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. പുരുഷനെ അനായാസേന കൊടുക്കാമെന്നതാണ് ഇന്നത്തെ അവസ്ഥ. ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ രഹസ്യമൊഴി കൊടുത്ത സരിതയ്ക്കെതിരെയോ സിനിമാ നടൻ നിവിൻ പോളിക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിക്കെതിരെയോ നടപടിയില്ല. നിയമങ്ങൾ സ്ത്രീപക്ഷം എന്ന് ഉറപ്പാകുമ്പോൾ അത് പുരുഷ വിരോധമാകരുത്. ചിലപ്പോൾ കഷായം കലക്കി കൊടുക്കേണ്ടി വരുമെന്ന് സാഹിത്യകാരി KR മേരിയുടെ പരാമർശത്തിനെതിരെ സമൂഹം ആഞ്ഞടിക്കുന്നു. പരാതിക്കാരിയായ ഇരയെ കണ്ട് രാഹുൽ പരാതി തീർപ്പാക്കും വരെ പുരുഷ വേട്ടക്കാരൻ എന്ന് വിളിക്കുന്നത് ശരിയല്ല. സിനിമയിൽ ഇന്നും കാസ്റ്റിംഗ് കൗച്ച് നിലനിൽക്കുന്നതായും ചോദ്യത്തിന് മറുപടിയായി രാഹുൽ ഈശ്വർ പറഞ്ഞു.